ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഗോങ്യോങ്ങിൻ്റെ ഫ്രണ്ടാണെങ്കിൽ ആളും ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിരിക്കുമല്ലോ. ആളുടെ ഒരു കേസൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ടൈമിൽ ഡോക്ടർ മാ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും. എന്തായി ഗോങ്യോങ് വിളിച്ചു എന്ന് ചോദിക്കുന്ന മായോട്, പിന്നല്ല ഗോങ്യോങ് അല്ലേ ഏറ്റെടുത്തത്, എക്സ് എല്ലാം അവൻ്റെ കയ്യിൽ സേഫ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, ഇതിനെപ്പറ്റി ആർക്കും ഒന്നും അറിയില്ലെന്ന് പറയുന്നതും എനിക്ക് അപ്പോഴേ അറിയാമെന്നു, ഞാൻ ഗോങ്യോങ്ങിനെ നന്നായി വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുന്നതും. ഫുഡ് കഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇവളൊന്നും പറയുന്നില്ല. എനിക്കറിയായിരുന്നു കഴിച്ചിട്ടില്ല എന്ന്. ആള് തിരിച്ചു വരുമ്പോൾ താൻ നല്ല ഉഷാറായിട്ടിരിക്കേണ്ടേ, അങ്ങനെയാണെങ്കിലല്ലോ ബാക്കി പ്രൊസീജിയേഴ്സൊക്കെ നടക്കൂ എന്ന് പറഞ്ഞ് ഇവർ ഫുഡ് കഴിക്കാൻ പോകുന്ന ടൈമിലാണ് ചെയർമാൻ പറഞ്ഞയച്ചിട്ട് ഒരാൾ അങ്ങോട്ട് വരുന്നതും. ഇവളെ നേരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഒരു മീറ്റിംഗ് ഹാളിലായിരിക്കും. അവിടെ ഹയർ ഡോക്ടേഴ്സ് ചെയർമാനോട് പറയുന്നുണ്ട്, അതായത് ഒരു ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ എഗ്സ് ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നതും. കങ്സു വിളിച്ചിരുന്നു. ആൾ പറഞ്ഞതനുസരിച്ച് 7 എണ്ണത്തിൽ 6 എണ്ണം ഫെർട്ടിലൈസേഷനായി. അതായത് ഇവിടെ ഒരെണ്ണം പോലും ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന മായും ഗോയിനെയൊക്കെ അങ്ങ് ഞെട്ടുന്നുണ്ട്. ചെയർമാൻ ആണെങ്കിലും നല്ല സന്തോഷമാകുന്നുണ്ട്. അതായത് 6 എണ്ണം സക്സസ് ആയി എന്നല്ലേ, ഇനിയിപ്പോൾ അത് ഫ്രീസ് ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ട് എത്തിക്കുകയാണെങ്കിൽ എൻ്റെ മരുമകൾ പ്രഗ്നൻ്റ് ആകും, അതായത് എനിക്ക് എൻ്റെ പേരക്കുട്ടികളെ കിട്ടും, അവനോട് വേഗം എൻ്റെ പേരക്കുട്ടികളുടെ ഫോട്ടോ അയക്കാൻ പറയുന്നൊക്കെ പറയുന്നതും. ഡോക്ടറാണെങ്കിൽ എന്തെന്നുള്ളൊരു എക്സ്പ്രഷൻ ആയിരിക്കും. ചെയർമാൻ ആണെങ്കിലോ കണ്ടോ ഗോങ്യോങ്ങിന് പറ്റാത്തതാണ് ഇപ്പോൾ കങ്സുവിന് പറ്റിയത്, ഇതെനിക്ക് അറിയായിരുന്നു, അവൻ ആൾ മിടുക്കനാണ്, ഇപ്പം എന്തു പറയുന്നു എന്ന് ഗോവിനോട് ചോദിക്കുന്നതും. അതുപോലെ മായോടാണെങ്കിൽ, അല്ല നിനക്കെന്താ പറയാനുള്ളത്, നീയല്ലേ പറഞ്ഞത് നിൻ്റെ ഒരു സമ്മതം പോലും ഇല്ലാതെയാണ് ഞാൻ ഡോക്ടറേനൊക്കെ മാറ്റിയതെന്ന്, ഇപ്പം എന്തു പറയുന്നു, നീ ഇവിടെ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ കങ്സുവിനെ ഈ ഒരു പ്രൊജക്റ്റിൽ നിന്ന് മാറ്റാം, എന്താ അങ്ങനെ വേണമെന്ന് ചോദിക്കുന്നതും. ഇവളാണെങ്കിൽ ആകെ കൺഫ്യൂഷൻ അടിക്കുന്ന ടൈമിൽ ഗോയിനെയാണെങ്കിൽ വേണ്ട എന്നൊക്കെ എക്സ്പ്രഷൻ ഇടുന്നുണ്ട്. എന്നാൽ ഇവളാണെങ്കിലോ ഡോക്ടറോട് ഇത് മൊറോലെ ആയോ എന്നാണ് ചോദിക്കുന്നത്. ഇത് കേൾക്കുന്ന ചെയർമാൻ ആണെങ്കിൽ കാര്യമൊന്നും മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിലും എങ്ങനെയാ മൊറോലെ ആയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതുവരെ ആയിട്ടില്ലെന്ന് പറയുന്ന ഡോക്ടറോട് അല്ല അതെന്താ സംഭവം എന്ന് ചെയർമാൻ ചോദിക്കുമ്പോൾ, അതായത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എഗ്ഗ് 16 സെൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് പിന്നീട് യൂട്രസിലേക്ക് കയറ്റാന്നൊക്കെ പറയുന്നതും. ഇത് കേൾക്കുന്ന ചെയർമാൻ ആണെങ്കിൽ അപ്പോൾ ഇതെപ്പോഴാണ് സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ അവിടെ പറയുന്നുണ്ട് ഇന്ന് രാത്രിയാവുന്നതിന് മുന്നേ തന്നെ സംഭവിക്കുമെന്ന്. ഇത് കേൾക്കുന്ന ചെയർമാൻ ആണെങ്കിൽ എന്താ നിന്റെ തീരുമാനം എന്ന് ചോദിക്കുന്നതും. ഗോവിനാകെ ടെൻഷൻ അടിക്കുന്നുണ്ട്. എന്നാൽ മായാണെങ്കിലും ഒരുപാട് ചിന്തിച്ചതിന് ശേഷം താങ്ക്സ് അച്ഛ എന്നാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ചെയർമാന് നല്ല സന്തോഷമാകുന്നുണ്ടെങ്കിലും ഗോവിനൊക്കെ ആകെ സങ്കടമാണ് ആവുന്നത്. അപ്പോൾ അച്ഛനാണെങ്കിലോ മകളോട് കണ്ടില്ലേ നിന്റെ കാര്യമൊക്കെ കഴിഞ്ഞു എന്നാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് സീനിൽ സ്പേസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. ഗോയോങ്ങിൻ്റെ 5ാമത്തെ ദിവസമാണെന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഇവൻ വെള്ളം കുടിക്കുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന ലീമിനെയാണെങ്കിൽ, അല്ല നീ കങ്സുവിനോട് പറഞ്ഞോ അതോ നീ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് പൈസ വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്ന് ചോദിക്കുന്ന ഇവനോട്, പിന്നെ എന്ത് ഹെൽപ്പാണ് തനിക്ക് വേണ്ടത്, താനാണെങ്കിൽ ഒരു ക്വസ്റ്റ്യനും ചോദിക്കാൻ പാടില്ല എന്നും പറഞ്ഞു. ടെൻഷൻ അടിച്ചിട്ട് വയ്യ, ഇനി ആരേനെങ്കിലും കൊല്ലാനാണോ പറയാന്ന് പറഞ്ഞു ഇവള് ടെൻഷൻ അടിക്കുന്നതും. ഇത് കേൾക്കുന്ന ഇവന് ചിരിയാണ് വരുന്നത്. ഈ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ് ചെയ്യേണ്ടത്, കൊല്ലേണ്ട പകരം സഹായിച്ചാൽ മതി, അതായത് അന്ന് നമ്മൾ അറ്റാക്ക് വന്ന ആ മൗസിനെ രക്ഷിച്ചില്ലേ അതുപോലെ എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നതും. ഒന്നുമില്ല, നീ ജസ്റ്റ് എൻ്റെ കാലിതേ അന്ന് സാൻഡിയും സെങ്ജുനും പിടിച്ച പോലെ അങ്ങ് പിടിച്ചാൽ മതി എന്ന് പറയുന്നതും. എന്തെന്നാണ് ഇവള് ചോദിക്കുന്നത്. ഇതേ ടൈമിൽ സാൻഡി ആണെങ്കിൽ ഈ വിൻഡോയിലൂടെ നല്ല വിഷമത്തിൽ നോക്കി നിൽക്കുന്നതും അങ്ങോട്ട് വരുന്ന സെങ്ജുനാണെങ്കിൽ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, വീട് നന്നായി മിസ് ചെയ്യുന്നുണ്ട്, എൻ്റെ വൈഫിനെ മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്ന സാൻഡിയോട് സെങ്ജുനാണെങ്കിൽ, അല്ല ഒരു വീട് വെക്കണം എന്നല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, വീട് വെക്കണം എന്നല്ല വീട് വെക്കാൻ ആഗ്രഹം ഉണ്ടെന്നാ പറഞ്ഞെന്ന് പറയുന്ന സാൻഡിയോട്, അതെ അല്ലേ അങ്ങനെയാണെങ്കിൽ മിക്കവാറും നിങ്ങളൊരു വീട് വെക്കുമെന്ന് പറയുന്നതും. എന്തെന്ന് ചോദിക്കുന്ന സാൻഡിയോട്, അതാണ് സംഭവം എന്ന് പറഞ്ഞ് ചെവീട്ടിൽ എന്തോ പറയുന്നതും. പിന്നീട് കാണിക്കുന്നത് നേരത്തെ സെങ്ജുൻ കണ്ട അതേ ഡ്രീം തന്നെ സാൻഡി കാണുന്നുണ്ട്. കിങ് ഓഫ് മണി എന്ന് പറഞ്ഞ് സാൻഡിയുടെ ഒരു പോർട്രേറ്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. ചിരി വരും, പറയേണ്ട ആവശ്യമില്ലല്ലോ. ലോട്ടറി ടിക്കറ്റിൻ്റെ കാര്യം എല്ലാവരും അറിഞ്ഞറിഞ്ഞ് വരുന്നുണ്ട്. ഈ സ്പേസ് സ്റ്റേഷനിൽ തൻ്റെ മൂക്കിൻ്റെ കീഴിൽ ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ട് ഇതൊന്നും അറിയാത്ത പാവം ഈവാണെങ്കിൽ ഈ മൗസിന് ഇങ്ങനെ ചെക്ക് ചെയ്തതും ഇതിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ കൺട്രോൾ റൂമിലുള്ള ആ സ്പെക്സുകാരിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ, അല്ല ചീഫ് ഇതുവരെ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇതുവരെ വന്നിട്ടില്ലേ എന്ന് ഇവൾ പറയുന്നതും. ഈവാണെങ്കിൽ പിന്നീട് ചീഫിനെ വിളിക്കുന്ന ടൈമിൽ എന്താ കഴിഞ്ഞ ദിവസം രാത്രി ചീഫും അതുപോലെ പാർക്കും മീറ്റ് ചെയ്തല്ലോ, അതിനുശേഷം ഇവർ രണ്ടുപേരും ഇവൻ്റെ വീട്ടിലേക്കായിരിക്കും പോയിട്ടുണ്ടായിരിക്കുക. ഇവർ രണ്ടുപേരും ബെഡിൽ കിടക്കുന്നതും ബാക്കിയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവൾ ഫോൺ വിളിക്കുന്ന ടൈമിൽ ഫോണ് പെട്ടെന്ന് താഴത്ത് വീഴുന്നുണ്ട്. ആ ടൈമിൽ അത് ഓൺ ആകുന്നുണ്ട്. എന്നാൽ ഇവരാണെങ്കിൽ ഫോൺ കട്ടായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിച്ച് സംസാരിക്കുന്നതൊക്കെ തന്നെ ഈവ് കേൾക്കുന്നുണ്ട്. അതായത് ചീഫാണെങ്കിൽ, അല്ല ഒരു റൂമർ കേൾക്കുന്നുണ്ട് താനും ഈവും തമ്മിൽ ഡേറ്റിംഗ് ആണെന്ന്, സത്യമാണെന്ന് ചോദിക്കുമ്പോൾ ഇവൻ്റെ ഫേസ് ഒന്ന് ചേഞ്ച്
ആകുന്നതും. അപ്പൊ സത്യമാണെന്ന് തോന്നുന്നു എന്ന് ചീഫ് ചോദിക്കുന്ന ടൈമിൽ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് പാർക്ക് അവിടെ പറയുന്നത്. ഇത് ഇവള് കേൾക്കുന്നുണ്ട്. ചീഫാണെങ്കിലും അല്ലെങ്കിലും അവൾക്ക് ആണുങ്ങളോട് ഇൻട്രസ്റ്റ് ഇല്ലെന്ന് തോന്നുന്നു. കുറേ കാലമായിട്ട് ഡേറ്റ് ചെയ്യുന്നതൊന്നും കണ്ടിട്ടില്ല എന്ന് പറയുന്ന ചീഫിനോട് അവൾക്ക് ആണുങ്ങളെ പറ്റിയൊന്നും അറിയത്തില്ല എന്നാണ് പാർക്ക് പറയുന്നത്. ഇത് കേൾക്കുന്ന ഈവിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവളാണെങ്കിൽ കോള് കട്ട് ചെയ്യുന്നതും പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഗോങ് യോങ് ബ്രഷ് ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇവനാണെങ്കിൽ ഒരു ചളുപ്പുള്ളത് കൊണ്ട് തന്നെ ഒരു മൈൻഡ് ചെയ്ത് നിൽക്കുന്നതും ഇവളാണെങ്കിൽ ആൽക്കഹോൾ എവിടെ നിന്നാണ് കിട്ടി ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയത്തില്ല എന്ന് പറയുന്ന ഗോങ് യോങ്ങിനോട് വായ തുറക്കുന്നത് പിന്നെ നുണ പറയാൻ വേണ്ടി മാത്രമാണല്ലോ. അല്ല, നിങ്ങൾ ആണുങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണോ? ഒരു റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ തന്നെ അയാളെ ചതിച്ച് മറ്റൊരാളുടെ അടുത്തേക്ക് പോവുക. ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഗോങ് യോങ് ആണെങ്കിൽ ഇവന് ഗോവനായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ഇവനെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് കരുതി ഇത് ഇന്നലെ സംസാരിച്ചതാണല്ലോ വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് എന്തിനാ എന്നെ വിഷമിപ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ പറയാതിരിക്കുക? അല്ല, നിങ്ങൾ ആണുങ്ങളുടെയൊക്കെ വിചാരം എന്താ? നിങ്ങൾ എന്താ വല്ല മാമൽസ് ആണോ? അതായത് കാണുന്ന ആൾക്കാരുടെ ഒക്കെ അടുത്ത് പോയി ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിലേഷൻഷിപ്പിലുണ്ട്, കുറച്ച് ദിവസം മാറി നിന്ന് കഴിഞ്ഞാൽ ഇഷ്ടമൊക്കെ അങ്ങ് മാറും. ഇപ്പം ഞാൻ തന്നെ എത്ര ദിവസം ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ പാവം ഇവളുടെ വിഷമമാണോ പറയുന്നത്. എന്നാൽ ഗോങ് യോങ് ആണെങ്കിലോ ഇതൊക്കെ ഇന്നലെ സംസാരിച്ചതിൽ വീണ്ടും വീണ്ടും സംസാരിച്ച് എന്തിനാ എന്നെ നാണം കെടുത്തുന്നത്? ഞാനൊന്ന് ഭൂമിയിൽ എത്തിക്കോട്ടെ, എന്നെ ഈ സ്പേസ് സ്റ്റേഷനിൽ വെച്ചിട്ട് തന്നെ ഹ്യൂമിലിയേറ്റ് ചെയ്ത് കൊല്ലേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, താൻ എന്നെ അങ്ങ് കൊന്നേക്ക്, അല്ലെങ്കിൽ ഞാൻ പുറത്തേക്ക് അങ്ങ് എടുത്ത് ചാടിയേക്കാന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിൽ വീണ്ടും ഓരോന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവനാണെങ്കിൽ ഇപ്പം എന്താ ഞാൻ മാമലാണെന്ന് അല്ലേ, അങ്ങനെയാണെന്ന് തന്നെ വിചാരിച്ചു എന്നൊക്കെ പറയുന്നത് ഇവൻ എന്താ പറയുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ലല്ലോ. ആ ടൈമിലാണ് ചീഫ് ഇവളെ വിളിക്കുന്നതും ഇവളാണെങ്കിൽ ഒന്നും പറയാതെ അവിടെ നിന്നും പോവുകയാണ്. കുറേ നേരം ഫോൺ എടുക്കണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിലും പിന്നീട് കോൾ എടുക്കുന്നുണ്ട്. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഈ ഡ്രിങ്ക്സിൻ്റെ കാര്യമാണ് കേട്ടോ ഇവള് പറയുന്നത്. സോജു ആണോ, വിസ്കി ആണോ, ആരെ കൊണ്ടുവന്നേ, ആ ടൂറിസ്റ്റ് ആണോ, ഇനി സാൻഡി ആണോ എന്നൊക്കെ ചോദിച്ച് എല്ലാവരുടെയും പേര് പറയുന്ന ചീഫിനോട് അതറിയത്തില്ല, ചോദിച്ചു കഴിഞ്ഞാൽ പറയത്തില്ലല്ലോ എന്ന് ഇവ പറയുന്നതും ഞാൻ കമാൻഡറായിട്ടിരിക്കുന്ന ടൈമിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഓരോ മൊഡ്യൂളിലും ക്യാമറ വെക്കാമെന്ന് ഞാൻ അന്നേ പറഞ്ഞത്, അപ്പോൾ പ്രൈവസി കിട്ടത്തില്ല, ഹ്യൂമൻ റൈറ്റ്സിനെതിരെയാണ്, ഇപ്പോഴല്ലേ മനസ്സിലായത് എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന്. ആദ്യം തന്നെ ഇത് നിസ്സാരമായിട്ട് വിട്ടുകഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നമാകും, അതുകൊണ്ട് അവിടെയുള്ള ഓരോ മുക്കും മൂലയും നന്നായിട്ട് സെർച്ച് ചെയ്യണം എന്നാണ് ചീഫ് ഇവളോട് പറയുന്നത്. ഇവളാണെങ്കിൽ മറ്റൊന്നും ചോദിക്കാതെ തന്നെ ഓക്കെ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഇതേ ടൈമിൽ ഗോങ് യോങ് ആണെങ്കിൽ എന്താ പറഞ്ഞ് ഞാൻ മാമലാണത്രേ, അങ്ങനെ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് പിറുപിറുത്ത് ഇവൻ വന്നിട്ട് ആ ഇൻക്യുബേറ്ററാണ് നോക്കുന്നത്. അതായത് സാൻഡി നേരത്തെ ആൽക്കഹോൾ ഇവിടെയാണല്ലോ വെച്ചിരുന്നത്, സാൻഡിയോട് ഇത് മാറ്റാൻ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടൊന്നുമല്ല, അതായത് സാൻഡി ഹെൽപ്പ് ചെയ്യാനൊന്നുമല്ല, ഈവൻ ഈ സ്പേംസും എഗ്ഗൊക്കെ ഫ്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻക്യുബേറ്റർ വേണം, അതിന് വേണ്ടിയിട്ടാണ് മോൻ ഇത് സെറ്റപ്പ് ആക്കിയിരിക്കുന്നത്. ആ ടൈമിലാണ് മാ വിളിക്കുന്നതും ഡോക്ടറെ ഒന്നും കൊണ്ട് ടെൻഷൻ അടിക്കേണ്ട, സ്പേമും എഗ്സും എന്തിന് ഇൻക്യുബേറ്റർ വരെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ഇപ്പം തന്നെ ഇത് ഫ്യൂഷൻ നടക്കുകയാണെങ്കിൽ തിരിച്ചു പോരുന്നതിന് മുന്നേ തന്നെ മുറുല ഫോം ചെയ്യും, അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ്, നിങ്ങൾ ഹെൽത്ത് നന്നായി ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്ന ഗോങ് യോങ്ങിനോട് ഇനി അത് ചെയ്യേണ്ട, ആ പ്രൊജക്റ്റ് അങ്ങ് വിട്ടേക്കെന്ന് മാ പറയുന്നതും ഇത് കേൾക്കുന്ന ഇവനാകെ ഷോക്കാകുന്നുണ്ട്. എന്ത് പറ്റി, എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ വേണ്ട, ഇത് ഭയങ്കര ഡേഞ്ചറാണ്, ആരെങ്കിലും കണ്ടു കഴിഞ്ഞ പ്രശ്നമെന്ന് പറയുന്ന മായയോട് ഇല്ല അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല എന്ന് പറയുന്നതും ഇവളാണെങ്കിൽ അല്ല, നിങ്ങളെ എങ്ങാനും പിടിച്ചു കഴിഞ്ഞാൽ അത് കങ്സുവിനെയും ബാധിക്കും, ഇത് കങ്സു ഏറ്റെടുത്തോട്ടെ എന്ന് പറയുന്ന ടൈമിലാണ് ഇവനാകെ വിഷമം വരുന്നത്. ഇവനാകെ ഷോക്ക് ആകുന്നുണ്ട്. ഇവളാണെങ്കിൽ ഇതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നതും പിന്നീട് വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ എടുക്കുന്നുമില്ല. ഇവനാണെങ്കിലും ആകെ വിഷമത്തിൽ എനിക്ക് വീട്ടിലേക്ക് പോകാൻ തോന്നുന്നുണ്ടെന്നാണ് പറയുന്നത്. പാവല്ലേ, എന്താ അവസ്ഥ, ഓരോരുത്തർ അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ തട്ടിക്കളിക്കുക. ഇതേ ടൈമിൽ കങ്സു ആണെങ്കിൽ ഈ ഫെർട്ടിലൈസർ ചെയ്തിട്ടുള്ള എഗ്സ് ഒക്കെ എടുത്ത് നിരീക്ഷിക്കുന്നതും പിന്നീട് ചെയർമാനെ വിളിച്ച് എല്ലാം തന്നെ സെൽ ഡിവിഷൻ നടന്ന് മൊറുലയായി ഫോം ചെയ്തു, ഇനി തിരിച്ച് നാട്ടിലേക്ക് എത്തിച്ചതങ്ങ് ഇംപ്ലാന്റ് ചെയ്താൽ മതിയെന്ന് പറയുന്നതും പറയേണ്ട ആവശ്യമില്ലല്ലോ. ചെയർമാൻ അങ്ങ് സന്തോഷാവുകയാണ്. ആളാണെങ്കിലും എനിക്ക് ഇപ്പം തന്നെ എൻ്റെ പേരക്കുട്ടികളുടെ ഫോട്ടോ കാണണം എന്ന് പറയുമ്പോൾ കങ്സു ആണെങ്കിൽ എന്തെന്ന് അവിടെ ചോദിക്കുന്നതും അപ്പോൾ ചെയർമാൻ ആണെങ്കിൽ അതെ സെല്ലോ എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് മറ്റാരെയൊക്കെ മുന്നേ ഫസ്റ്റ് തന്നെ കാണണം എന്നൊക്കെ പറയുന്ന ടൈമിൽ കങ്സു ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് ഇപ്പം തന്നെ ഫോട്ടോസൊക്കെ അയക്കാമെന്ന് പറയുന്നതും ചെയർമാൻ ആണെങ്കിലും അവിടെയുള്ള സ്റ്റാഫിനോട് ഇന്ന് എൻ്റെ വകയാണ് ചിലവ്, ചിക്കൻ കഴിച്ചാലോ എന്ന് ചോദിക്കുന്ന ഒരു ഹാപ്പി സീനാണ് കാണിക്കുന്നത്. സ്പേസ് സ്റ്റേഷനിൽ ഈവാണെങ്കിലും മൊത്തത്തിൽ ഈ ആൽക്കഹോൾ എവിടെയാണെന്ന് സെർച്ച് ചെയ്യുന്നതും അങ്ങോട്ട് വരുന്ന ഗോങ് യോങ് ആണെങ്കിൽ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇവൾക്കാണെങ്കിൽ കറക്റ്റ് ഒരു ബോട്ടിൽ അവിടെ നിന്നും കിട്ടുന്നതും ഇവനാകെ പെട്ടുപോവാണ്. ഇവളാണെങ്കിലും കിട്ടി മോനെ കിട്ടി എന്നുള്ളൊരു എക്സ്പ്രഷൻ ആയിരിക്കും കേട്ടോ. സാൻഡി എവിടെ ഉണ്ടായിരിക്കും, ഒബ്സർവേഷൻ മൊഡ്യൂളിലുണ്ടോ എന്ന് ചോദിക്കുന്ന ഈവിനോട് എനിക്കറിയത്തില്ലെന്ന് ഇവൻ പറയുന്നതും അപ്പം എന്തായാലും അവിടെ തന്നെ ഉണ്ടായിരിക്കും, കാരണം താൻ വായ തുറക്കുന്നത് നുണ പറയാൻ വേണ്ടി മാത്രമാണല്ലോ എന്ന് പറയുന്ന ഈവാണെങ്കിൽ അങ്ങോട്ട് ചെല്ലുന്നതും ഇതേ ടൈമിൽ കങ്സു ആണെങ്കിൽ ഓരോന്നിൻ്റെയും ഫോട്ടോ എടുത്ത് അയക്കുന്നുണ്ട്. ആദ്യത്തേത് പെണ്ണ്, രണ്ടാമത്തേത് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഈ ഫോട്ടോസൊക്കെ സെൻഡ് ചെയ്യുന്നത്. ഈവാണെങ്കിലും മൊഡ്യൂളിലേക്ക് എത്തുമ്പോൾ അവിടെ സാൻഡി ഉണ്ടായിരിക്കില്ല. ഞാൻ പറഞ്ഞില്ലേ ആളിവിടെ ഇല്ല എന്ന് പറയുന്ന ഗോങ് യോങ്ങിനോട് കുഴപ്പമില്ല നമുക്ക് കണ്ടുപിടിക്കാലോ എന്ന് ഇവള് പറയുന്നതും ഇതേ ടൈമിൽ കങ്സു ആണെങ്കിൽ ചെയർമാനെ വിളിച്ചിട്ട് എല്ലാ ഫോട്ടോസും സെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആ ടൈമിലാണ് ഈവ അങ്ങോട്ട് വരുന്നതും കങ്സു
കങ്സു ഇവിടെ സാൻഡി ഉണ്ടോ, സാൻഡിനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒബ്ജക്ട്സ് ഒക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഇവൻ ഇത് പെട്ടെന്ന് തന്നെ ഇൻക്യുബേറ്ററിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതും ഇത് കാണുന്ന ഗോങ്യോങ്ങിന് കാര്യം മനസ്സിലാകുന്നുണ്ട്. എന്നാൽ ഈവാണെങ്കിലോ ഇത് അടയ്ക്കുന്നതിന് മുന്നേ ഇതിന്റെ സെറ്റിംഗ്സ് കാണുന്നുണ്ട്. 37 ഡിഗ്രി 5% ഓക്സിജൻ. ഈ സെറ്റിംഗ്സ് ശരിയല്ലല്ലോ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട് ഫ്ലൈസ് ഒക്കെ മരിച്ചു പോവത്തില്ലേ എന്ന് പറയുന്നതും കങ്സു ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോറ് ക്ലോസ് ചെയ്ത് അത് പിന്നെ ഞാൻ ഈ ഹ്യൂമൻസിന്റെ ജീൻസും ഇവരുടെ ജീൻസും തമ്മിൽ കമ്പാരിസൺ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ഈവാണെങ്കിൽ ഓ അങ്ങനെയാണല്ലേ, അങ്ങനെയാണെങ്കിൽ റിസൾട്ട് കിട്ടുമ്പോൾ എനിക്കും ഷെയർ ചെയ്യണമെന്ന് പറയുന്ന ടൈമിലാണ് ഗോങ്യോങ് ലാപ്ടോപ്പിലെ പിക്ചേഴ്സ് കാണുന്നത്. ഇവന് കാര്യം മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ ഇത് ക്ലോസ് ചെയ്യാൻ പോകുന്നതും ഈവ് ഈ പിക്സ് കാണുന്നുണ്ട്. അതായത് കങ്സുവിന് ഇവളുടെ ശ്രദ്ധ തിരിക്കാനും പറ്റുന്നില്ല. ഇവള് പിക്സ് കാണുന്നത് കൊണ്ട് തന്നെ ഗോങ്യോങ്ങിന് ഇത് ക്ലോസ് ചെയ്യാനും പറ്റത്തില്ല. ഇതെന്താ സംഭവം എന്ന് ചോദിക്കുന്ന ഈവിനോട് അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫ്രൂട്ട് ഫ്ലൈസിന്റെ എംബ്രിയോ ആണ്, അതിന്റെ സെൽ ഡിവിഷൻ ആണെന്ന് പറയുന്നതും ഇവളും ഇതുപോലത്തെ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് ഫ്രൂട്ട് ഫ്ലൈസിന്റെ എംബ്രിയോ അല്ലല്ലോ, ഇത് മനുഷ്യന്റെ അല്ലെന്ന് ചോദിക്കുന്ന ടൈമിൽ ഗോങ്യോങ് ആണെങ്കിൽ കഴിഞ്ഞു എന്നുള്ളൊരു എക്സ്പ്രഷൻ ആയിരിക്കും. അപ്പോൾ കങ്സു ആണെങ്കിൽ ഒന്നും തിരിച്ചു പറയുന്നില്ല. ഇവളാണെങ്കിൽ ഇത് മൊറൂലയല്ലേന്ന് ചോദിച്ച് ഇത് നോക്കാൻ പോകുന്ന ടൈമിൽ കങ്സു ഇവളെ തടയുകയാണ്. ഇവൻ്റെ ആ ഒരു സൈലൻസും കാര്യങ്ങളൊക്കെ തന്നെ ഇവൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവളാണെങ്കിൽ നിങ്ങളിത് ഇവിടെ വെച്ചിട്ടാണോ ഫെർട്ടിലൈസേഷൻ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഇവൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട്. കാരണം അതുപോലെയാണ് കങ്സു നിൽക്കുന്നത്. കങ്സു ആണെങ്കിൽ ഒന്നും തിരിച്ചു പറയുന്നില്ല. ഈവാണെങ്കിലും ഇതിവിടെ ചെയ്യാൻ പാടത്തില്ല എന്ന് നിങ്ങൾക്കറിയത്തില്ലേ, ഫ്രൂട്ട് ഫ്ലൈസിൽ എക്സ്പെരിമെന്റ് നടത്തുക എന്ന് പറഞ്ഞ് നിങ്ങൾ ഹ്യൂമൻ സെൽസ് കൾട്ടിവേറ്റ് ചെയ്യാണോ ചെയ്യുന്നത്? ഇത് സ്പേസ് ലോയ്ക്ക് എതിരാണ്. അത് നിങ്ങൾക്കറിയില്ലേ? മറ്റാരെയൊക്കെ നന്നായി നിങ്ങൾക്കറിയാം. നമ്മളിവിടെ മൗസിലും ഫ്രൂട്ട് ഫ്ലൈസിലൊക്കെ എന്തു പരീക്ഷണം നടത്തുന്നതെന്ന്. അതൊരിക്കലും ഹ്യൂമൻ സെൽസിൽ ചെയ്യാൻ പാടില്ല. ഈ സ്പേസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരു ഹ്യൂമനെ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതെന്ത് തെറ്റാണ്. ഇതുവരെ ഇവിടേക്ക് ഒരു എഗ്സ് പോലും കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയുന്ന ഈവാണെങ്കിൽ ഞാനിത് മുകളിൽ അറിയിച്ചു കഴിഞ്ഞാൽ എന്ത് എക്സ്പ്ലനേഷനാണ് നിങ്ങൾ കൊടുക്കുക എന്ന് പറയുന്ന ഇവളാണെങ്കിൽ ഇൻക്യുബേറ്ററിന്റെ ഡോറ് തുറക്കാൻ പറയുന്നതും കങ്സു ആണെങ്കിൽ അത് ബലമായിട്ട് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇവളാണെങ്കിൽ ദേഷ്യത്തിൽ ഞാനിതിന്റെ ഡോർ അടിച്ച് പൊട്ടിക്കേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ ഇവളേക്കാ ദേഷ്യത്തിൽ കങ്സു ബലമായി തന്നെ ഡോറിന്റെ അവിടെ പിടിച്ചു നിൽക്കുകയാണ്. ഇവർ രണ്ടുപേരും ഫേസ് ടു ഫേസ് നോക്കി നിൽക്കുന്ന ടൈമിൽ ഗോങ്യോങ് ആണെങ്കിൽ എന്താ ചെയ്യാന്നറിയാതെ മാറി നിന്ന് ഇതൊക്കെ കാണുന്നുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇവളിത് മുകളിലേക്ക് അയക്കുകയാണെങ്കിൽ എന്ത് ആക്ഷൻ ആയിരിക്കും ഇവരെടുക്കുന്നുണ്ടായിരിക്കുക? ഗോങ്യോങ്ങിന് ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുമോ? ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അടുത്ത എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്തേ പറ്റൂ.